കാണുമ്പോ സത്യം പിടിക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോയിന്. അത് ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. അള്ളാഹുവിന്റെ അടുത്ത് വന്ന ഒരു വല്ലാത്ത ആർക്കും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. 5 മക്കളുണ്ട്. 1 14 വയസ്സുകാരനായിട്ടുള്ള ആശാസ്, 2 12 വയസ്സുകാരനായിട്ടുള്ള അമ്മാർ, 3 8 വയസ്സുകാരനായിട്ടുള്ള ആസാം, പിന്നെ 5 വയസ്സുകാരനുള്ള. എല്ലാവർക്കും നമസ്കാരം. ചില ന്യൂസുകൾ കാണുന്ന സമയത്ത് അള്ളാഹു അല്ലെങ്കിൽ പടച്ചോൻ അല്ലെങ്കിൽ ദൈവം വാട്ടെവർ ഇവരെല്ലാം ഇത്രയും ക്രൂരരാണോ എന്ന് വരെ ചിന്തിച്ചു പോകും. സത്യം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ന്യൂസുകളൊക്കെ കാണുന്ന സമയത്ത് അത്രയും ക്രൂരമായിട്ടുള്ള മരണങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ന്യൂസുകളിൽ കാണുന്നുണ്ട്. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് രക്ഷിക്കാൻ പറ്റില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പടച്ചോന്റെ തീരുമാനമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു ക്രൂരതയാണ് നടന്നിട്ടുള്ളത്, പടച്ചോന്റെ ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും, ദൈവത്തിന്റെ ക്രൂരത. അതല്ല എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. UAE അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന റുസ്കാന എന്ന് പറയുന്ന 2 ദമ്പതികളുണ്ട്. അവർ മലപ്പുറംകാരാണ്, UAE സെറ്റിൽഡ് ആണ്. അവിടെ ലിവ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കാണാൻ പോയിട്ട് തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് മരണപ്പെടുന്ന ഒരവസ്ഥയാണ്. അവർ രണ്ടുപേർക്കൊന്നും പറ്റുന്നില്ല, കാർ ആക്സിഡന്റ് ആണ്. ഈ UAE അങ്ങും ഇങ്ങൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് എത്രമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അതുപോലെ ലിവ ഫെസ്റ്റിവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ കാർ റേസിംഗും പിന്നെ കുറച്ച് എക്സിബിഷനും പരിപാടിയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും ലേറ്റ് ആയിട്ടാണ് അബ്ദുൽ ലത്തീഫും റുസ്കാനയും തന്റെ 5 മക്കളും വേലക്കാരിയും എല്ലാം ഒരുമിച്ച് തിരിച്ചു വരുന്നത്. എന്തായാലും ആ വീട്ടിൽ എത്ര മക്കളുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം, അവരുടെയൊക്കെ പേര് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കൊടുക്കാം. 5 മക്കളുണ്ട്. 1 14 വയസ്സുകാരനായിട്ടുള്ള ആശാസ്, 2 12 വയസ്സുകാരനായിട്ടുള്ള അമ്മാർ, 3 8 വയസ്സുകാരനായിട്ടുള്ള ആസാം, പിന്നെ 5 വയസ്സുകാരനുള്ള ആജാസ്, പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഒറ്റ പെങ്ങളായി 10 വയസ്സുകാരായിട്ടുള്ള. അങ്ങനെ മൊത്തത്തിൽ 5 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. അതില് ഇസമോൾ എന്ന് പറയുന്ന കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നു. എന്നാൽ ഇടയ്ക്കിരുന്ന അവരെത്രയും പേര് പോയി എന്ന് തന്നെ പറയാം. പോയി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ പെങ്ങള് കുട്ടിക്ക് ഉണ്ടായിരുന്ന സഹോദരങ്ങളെല്ലാം പോയി. ഒരു പെൺകുട്ടിയും ബാക്കി 4 ആൺകുട്ടികളായിരുന്നു. ആ 4 പയ്യന്മാരും പോയിട്ടുണ്ട്. കൊച്ചു പൊടി മക്കളടക്കം 4 പേരും പോയി. ഫ്രണ്ട് സീറ്റിലിരുന്ന അബ്ദുൽ ലത്തീഫും റുസ്കാനയും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവര് സേവ് ആയി എന്ന് തന്നെ പറയാം. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിവ ഫെസ്റ്റിവൽ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് അബ്ദുൽ ലത്തീഫ് ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉറക്കം, ക്ഷീണം, അതായത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെതായ ഒരു ടയേർഡ് കാണുമല്ലോ. ആ ഒരു ക്ഷീണത്തിന് പുറമെ റുസ്കാനയ്ക്ക് വണ്ടി ഓടിക്കാനായിട്ട് കൈമാറി. അങ്ങനെ റുസ്കാനയും ഓടിച്ചു. ഈ സമയത്ത് അബ്ദുൽ ലത്തീഫ് അപ്പുറത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന ചെറുതായിട്ടൊന്ന് മയങ്ങി സെറ്റായി വരുന്ന സമയത്ത് റുസ്കാന ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റുസ്കാനയ്ക്കും ഉറക്കം വന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി ഡിവൈഡറിൽ കൊണ്ടിടിച്ച് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എന്തായാലും ആ സംഭവത്തിന് ശേഷം അബ്ദുൽ ലത്തീഫും റുസ്കാനയും തന്റെ ഒരു കുട്ടിയും അടക്കം രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബോട്ടിൽ തന്നെ എങ്ങാണ്ട് 3 കുട്ടികളെങ്ങാണ്ട് മരിച്ചുപോയി. അതിനുശേഷം ഒരു കുട്ടി 2 ദിവസം എങ്ങാണ്ട് കഴിഞ്ഞ് അങ്ങനെ മരണപ്പെട്ടു പോയി. എന്തായാലും വല്ലാത്തൊരു ദുരന്തം തന്നെയാണ്. ദുരന്തം എന്നല്ലാണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല, അല്ലെ? ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ചില സമയം നമുക്ക് പടച്ചോൻ ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തി ചെയ്യുന്ന പാവമായിട്ട് തോന്നാറുണ്ട്, ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ട് തോന്നാറുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പിഞ്ചു മക്കൾ ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാതെ ഈ ഭൂമിയിൽ ജന്മം കൊണ്ട് ഒരു തെറ്റും ആരോടും ചെയ്യാത്ത അത്രയും പിഞ്ചു മക്കളെയൊക്കെ ഒരുമിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പടച്ചോന്റെ ക്രൂരത എന്ന് തന്നെ ചില സമയത്ത് പറയേണ്ടി വരും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു, അത്രയ്ക്കും ഒരു വിഷമം വരും ഇങ്ങനത്തെ ന്യൂസുകൾ കാണുന്ന സമയത്ത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ. ഇനിയുള്ള കാലങ്ങൾ അത്രയും ആ അബ്ദുൽ ലത്തീഫിനും റുസ്കാനയ്ക്കും ഇതിന്റെ അപ്പുറം ഒരു ട്രോമ ജീവിതത്തിൽ വേണോ? എത്രയൊക്കെ നമ്മൾ റിക്കവർ ആണോ, ഓക്കെ ആവണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മക്കളാണ്. 4 മക്കൾ ഒരുമിച്ച്, ഒരു കുട്ടിയായാലും 4 കുട്ടിയായാലും 40 കുട്ടിയായാലും അവരുടെ സ്വന്തം മക്കളാണ്. അവരുടെ അശ്രദ്ധ മൂലം ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയത്. ഒരിക്കലും അവർക്ക് അവരോട് തന്നെ പൊറുക്കാൻ പറ്റാത്ത തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ട്രോമയിലായിരിക്കും അവരുടെ മരണം വരെ അവരിനി ജീവിക്കുന്നത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കളുടെ മരണച്ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ആ മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ട്രോമ അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള സിറ്റുവേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്ദുൽ ലത്തീഫിനും റുസ്കാനയ്ക്കും ജീവിതത്തിൽ പൊറുക്കാനും ക്ഷമിക്കാനും അല്ലെങ്കിൽ മറക്കാനുമുള്ള ഒരു കഴിവുണ്ടാവട്ടെ. സ്വയമേ തെറ്റുകാരെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന അവർക്ക് അവരോട് തന്നെ പൊറുക്കാനുള്ള ഒരു അനുഗ്രഹം പടച്ചോൻ കൊടുക്കട്ടെ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. എന്തായാലും അവരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊക്കെ ഇതുപോലത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എനിക്കറിയില്ല. അതിന്റെ അപ്പുറം എല്ലാ മക്കളും 4 മക്കൾ, ഒരു കുട്ടി ഒഴികെ 4 മക്കളടക്കം ഒരുമിച്ച് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ
നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പറയില്ല, എനിക്ക് പറയാൻ അറിയില്ല. നമുക്ക് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും. ഇതിൽ ഒരു തന്തയില്ലാത്തവന്റെ വേറൊരു പ്രവൃത്തിയുണ്ട്. അതും കൂടി കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിച്ച് പൊളന്നു വയ്ക്കാനാണ് തോന്നിയത്. എങ്ങനെയാണ് ഇവനൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. ഇനി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അബ്ദുൽ ലത്തീഫ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് തൻ്റെ മക്കളുടെ അടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് അബ്ദുൽ ലത്തീഫ് വന്നിട്ടുണ്ടായിരുന്നു. അബ്ദുൽ ലത്തീഫിന് വേറെ ജീവന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഷോൾഡറിൽ എന്തൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് കണ്ടുനോക്കാം. അബുദാബി ഗന്തൂത്തിലുണ്ടായ വാഹനാപകടത്തിൽ പൊലിഞ്ഞ 4 സഹോദരങ്ങൾക്ക് പ്രവാസലോകം കണ്ണീരണിഞ്ഞ യാത്രാമൊഴിയേകി. അഷാസ്, അമ്മാർ, അസാം, അയാഷ് എന്നിവരുടെ ഭൌതിക ശരീരങ്ങൾ ദുബായ് മുഹൈസീനയിലെ അൽ ഷുഹാദ പള്ളിയിൽ നടന്ന അസർ നമസ്കാരത്തിനു ശേഷം സോനാപൂർ ഖബർസ്ഥാനിൽ അടുത്തടുത്തായി കബറടക്കി. ചികിത്സയിൽ കഴിയുന്ന മാതാപിതാക്കളെയും സഹോദരിയെയും ആശുപത്രിയിലെത്തിച്ച് മക്കളുടെ മൃതദേഹങ്ങൾ അവസാനമായി കാണിച്ചിരുന്നു. പരിക്കുകൾ അവഗണിച്ച് വീൽചെയറിൽ മക്കളുടെ കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ പിതാവ് അബ്ദുൽ ലത്തീഫ് ദുബായിലെത്തി. ലിവ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ വീട്ടുജോലിക്കാരിയടക്കം 5 പേരുടെ ജീവനാണ് കുടുംബത്തിന് നഷ്ടമായത്. പ്രിയപ്പെട്ട സഹപാഠികളുടെ വിയോഗ വാർത്തയറിഞ്ഞ ദുബായ് അറബ് യൂണിറ്റി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അന്ത്യയാത്രയ്ക്ക് സാക്ഷികളായി. ആരൊക്കെ യാത്രയാക്കാൻ വന്നാലും നഷ്ടം ആ കുടുംബത്തിനാണ്. അവരുടെ ജീവിതകാലം മൊത്തം അവർക്ക് കിട്ടിയൊരു ട്രോമ അത് തന്നെയാണ്. അതിന്റെ അപ്പുറം എനിക്ക് അതിലൊന്നും പറയാനില്ല. അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ടും എങ്ങനെ ഇത് ഒരു നിമിഷമെങ്കിലും ഒരു സങ്കടം ഉള്ളിൽ വരാണ്ട് ഈ ന്യൂസ് ഇരുന്ന് കാണാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രവാസിയായിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്, കേട്ടു നോക്കാം. കാണുമ്പോ സത്യം പിടിക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോയി. അത് ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. അള്ളാഹുവിന്റെ അടുത്ത് വന്ന ഒരു വല്ലാത്ത ആർക്കും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. കാരണം അതിനിവിടെ എനിക്ക് അവിടെ അത്താവിൽ നിന്ന് ഞാൻ ഷാക്കി കൂടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. മെയ്ഡിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് അവരെ വീട്ടിലുള്ളല്ലോ, അവരെ ബ്രദറിന്റെ വീട്ടിലാണ്. ബ്രദറും ഫാമിലിയും പുറത്തു പോകുന്നതുകൊണ്ടാണ് ഈ മെയ്ഡിന് എന്ത് ചെയ്തത്, പിന്നെ അവരെ വീട്ടിലോട്ട് നിർത്തിയത്. അവരെയും ആയുസ് സർവശക്തനായ റബ്ബ് എന്ത് ചെയ്തു, അത്രേ കണക്കാക്കിയിട്ടുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിസ ഇവരുടേത് റാസൽ ഖൈമയായിരുന്നു, മക്കളുടെ ഒക്കെ വിസ. അപ്പൊ റാസൽ ഖൈമ വിസ ആകുമ്പോൾ ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞാൽ ദുബൈയാണ്. ദുബൈയിലൊക്കെ റാസൽ ഖൈമ. പക്ഷേ ഇവർക്ക് ഇവിടെ താമസിക്കുന്നത് വർക്കലായതുകൊണ്ട് ദുബൈയിലായതുകൊണ്ട് ആ ഒരു പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇവരെന്താക്കി തന്നു, ചെയ്തു തന്നു. ഇവരുടെ കാര്യങ്ങൾ ചെയ്തു തന്നത് കൊണ്ടാണ് ദുബായിൽ വലിയ ഒന്നും പറയാനില്ല. ഇതൊക്കെ കണ്ടിട്ടും ഇങ്ങനെയുടെ ഇതിനെയൊക്കെ ഒന്നും പറയാനില്ലടേ. ഒന്നും എനിക്ക് സത്യം പറഞ്ഞ വാക്ക് വരുന്നില്ല. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഒരു കേസ് ന്യൂസ് കണ്ട സമയം മുതൽ. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ വേറെയാണ്. ഈ വിഷയം എന്താണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഈ വിഷയം എന്താണെന്ന് പറയുന്ന അറിയാത്ത ആൾക്കാർ ഒരുപാട് പേര് കാണാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നു. മലപ്പുറത്താണ് ആ അബ്ദുൽ ലത്തീഫിന്റെ നാട്, തിരൂരങ്ങാണ്ടാണ്. ഓക്കെ, ആ നാട്ടില് ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ന്യൂസിൽ വന്നിട്ടുള്ളതാണ്. ഇന്നലെ വൈകിട്ട് ഒരു 4 മണിയോടുകൂടിയാണ് ഇവർ അറിയുന്നത്. വളരെ നടക്കുന്നൊരു വേദനയോടുകൂടിയുള്ളൊരു സംഭവമാണ്. ഇത് ആർക്കും വരാതിക്കട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ കുടുംബത്തിന് ചെറിയ കുട്ടികളായതുകൊണ്ട് എല്ലാവർക്കും നാട്ടുകാർക്കും ഈ പ്രദേശമാകെ വളരെ സങ്കടത്തിലാണ്. 3 പിഞ്ചു മക്കളാണല്ലോ നഷ്ടപ്പെടുന്നത്. അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വാർഷിക വിഷമമുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടം. 3 കുട്ടികൾ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. 3 കുട്ടികൾ ഇപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഒരു കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ ICUലാണെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കുട്ടിക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള സ്റ്റേബിളാണെന്നുള്ളതാണ് അറിയുന്നത്. അതേമാതിരി റുക്സാനക്കും ചെറിയ പരിക്കുകളുണ്ട്. ലത്തീഫിനും ഒരു സ്റ്റേബിളാണ്. നമ്മളൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജ്യേഷ്ഠമായിട്ട് സംസാരിച്ചിരുന്നു ഫോണിൽ കൂടെ. ഓൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രായത്തിലാണ്. പക്ഷേ 4ാമത്തെ കുട്ടി ഇപ്പം കുറച്ച് സീരിയസ് ഇത് തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം എന്നേ മാത്രമേ ഈ അവസ്ഥ പറയാനുള്ളൂ. ഇപ്പം എങ്ങനെയാണ് എപ്പോഴാണ് ഇവർ നാട്ടിലറിയുന്നത്? ഇന്നലെ വൈകിട്ട് ഒരു 4 മണിയോട് കൂടിയാണ് ഞങ്ങൾ അറിയുന്നത്, ഇവിടെ അറിയുന്നത്. ഈ റുക്സാനിൻ്റെ വീട്ടുകാർക്ക് അതിന് മുന്നേ വിവരം കിട്ടിയിട്ടുണ്ട്. അവരറിയിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഈ റുക്സാനിൻ്റെ ആങ്ങളിൻ്റെ പേരിലാണ് ഈ കാറുള്ളത്. അങ്ങനെ അവിടുത്തെ മുറൂറാണ് വിവരം അറിയിക്കുന്നത്. ആ വിവരമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ലത്തീഫും കുടുംബം നാട്ടിൽ വന്ന് പോയിട്ട് ലത്തീഫ് വന്ന് പോയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഓൻ്റെ അഞ്ചൻ ഇളാപ്പാൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നു പോയതാണ്.
റുക്സാൻ ഒരു 2 വർഷം മുമ്പ് വന്നു പോയതാണ്. കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വരില്ല. കുറേ ആയോ അവിടെ സെറ്റിലായിട്ട്? എത്ര? അവർ അവിടെ തന്നെയാണ് സെറ്റിലായിരുന്നു. ഇപ്പം ഈ ലത്തീഫിൻ്റെ ജോലി സൗദിയിലാണ്. ജോലി ഓൻ്റെ ഭാര്യ വൈഫി മക്കളും അവിടെയാണ് ഉള്ളത്. ഈ റുക്സാൻ അവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്യാന്നുള്ളതാണ് ഇതുള്ളത്. അപ്പോൾ ഈ മൃതദേഹമൊക്കെ ഇവിടെ കബറടക്കം കാര്യങ്ങളൊക്കെ? മൃതദേഹം അവിടെ കബറടക്കണം എന്നുള്ളതാണ് ഇപ്പം ഇവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കുട്ടികളെ ഈ കാമ്യം കാര്യങ്ങളൊക്കെ ഫുജേറയിലാണ്. അത് ഇനി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ദുബായിക്ക് മാറ്റണം എന്നുള്ളതാണ് ഇപ്പം ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് അത് നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുള്ളത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തായാലും അത് സാധ്യമാവുന്നതാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ഒരു ഗതി ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ള തന്നെയാണ്. ഇങ്ങനെ ഒരു അഭിമുഖം നിൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുണ്ട് എല്ലാവർക്കും. നമ്മളിപ്പോൾ അത് പല സ്ഥലങ്ങളും കേൾക്കുന്നത് അവനാൻ അനുഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അറിയുക. ഇതാർക്കും അങ്ങനത്തെ വരാതിരിക്കട്ടെ. എന്താ ചെയ്യുക, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഒരു മറ്റേ കുട്ടിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഈ അവസരം പറയാനുള്ളൂ. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? പോയി ഒരു നടപടിക്രമങ്ങളൊക്കെ അവിടെ ഈ റുക്സാനിൻ്റെ 2 ആങ്ങളമാരുണ്ട്, പിന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഈ ലത്തീഫിൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരാണ് പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പേപ്പർ വർക്കുകളൊക്കെ അങ്ങോട്ട് ഫുജറേക്കിന് ദുബായിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇന്നലെ രാത്രി ഞങ്ങൾ അറിയിച്ചത്. ആ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നു. ഓക്കെ, ഇത് ആദ്യം ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് നാട്ടുകാരുടെ ഒരു എക്സ്പ്ലനേഷനാണ്. അതിനുശേഷം 4ാമത് ആ ക്രിട്ടിക്കലായിരുന്ന കുട്ടി മരണപ്പെടുകയാണ്. ഇസമോൾ മാത്രമാണ് ബാക്കിയാവുന്നത്. പിന്നെ അവർ 2 പേരും, അച്ഛനും അമ്മയും, അതായത് അബ്ദുൽ ലത്തീഫും റുക്സാനയും. സത്യം പറയാമല്ലോ, വളരെയധികം വിഷമമുണ്ട്. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. 4 മക്കളൊക്കെ ഒരുമിച്ച് നഷ്ടപ്പെടുക, അവർ 2 പേരും ബാക്കിയാവുക, അവർ ഇനി ലൈഫ് ലോങ് ഈ ഒരു ട്രോമയിൽ നിന്ന് എങ്ങനെ റിക്കവർ ആകുമെന്ന് എനിക്കറിയില്ല. സീരിയസ്ലി പറയാം. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്, ലോങ് ഡ്രൈവ് പോകുന്നവരാണ്. അങ്ങനെയുള്ള നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സൈഡ് ഒതുക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് ഉറങ്ങണം. ഉറങ്ങി ക്ഷീണം മാറുമെങ്കിൽ അങ്ങനെ മാറണം. അല്ലെങ്കിൽ ഒരു കോഫിയോ ടീയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലൊക്കെ വേണം ലോങ് ഒക്കെ പോയാൽ. നമ്മൾ ഏത് സമയത്ത് എവിടെ ഡ്രൈവ് ചെയ്താലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നു എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കുക, റെസ്റ്റ് എടുത്ത് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ പെട്ടെന്ന് വീടെത്തണം, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എനിക്കതേ പറയാനുള്ളൂ. ഞാനൊക്കെ ഇടയ്ക്ക് ബാംഗ്ലൂരൊക്കെ പോയ സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് രാത്രി ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റൂട്ട് പറയാനും ഞാൻ ഉറങ്ങാതിരിക്കാനായിട്ട് അടുത്ത് ഇരിപ്പുണ്ട്. ബാക്കി 2 പേര് പുറകെ കിടന്ന് ഉറങ്ങും. നമ്മളെ വിശ്വസിച്ചിട്ടാണ് അമ്മ കിടന്ന് ഉറങ്ങണം. നമ്മളെ ജീവനോടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പുറത്തിരിക്കുന്ന അതിൻ്റെ അടുത്ത് ഞാൻ പറയട്ടെ, ആളെ എനിക്ക് ഉറക്കം വരുന്നു, ക്ഷീണമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി സൈഡ് ഒതുക്കിയിട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒന്ന് ഓക്കെ ആയിട്ടായിരിക്കും അടുത്ത് വീണ്ടും ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. അല്ലാണ്ട് വീട്ടിൽ പെട്ടെന്ന് പോവാം, വീട്ടിൽ പെട്ടെന്ന് എത്താം, വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാം, റെസ്റ്റ് എടുക്കാം എന്നൊന്നും ചിന്തിക്കരുത്. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, ക്ഷീണമാണ്, അല്ലെ മറ്റെന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ട്, ഉറങ്ങണം, ഒന്ന് ഉറങ്ങിയാൽ ഒന്ന് സെറ്റാകും എങ്കിലും ഒരു അരമണിക്കൂർ വണ്ടി സൈഡാക്കിയിട്ട് കിടന്ന് ഉറങ്ങുക. ഉറങ്ങിയതിന് ശേഷം അടുത്ത് വീണ്ടും ഡ്രൈവ് കണ്ടിന്യൂ ചെയ്ത് പോവുക. അല്ലാത്ത പക്ഷം ഇതുപോലത്തെ ഓരോ അപകടങ്ങളിൽ പോയി ചാടും. ഇതിപ്പം അശ്രദ്ധ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? ആദ്യം അബ്ദുൽ ലത്തീഫിന് ഉറക്കം വരുന്നു, അങ്ങനെ ലത്തീഫ് എന്ത് ചെയ്യുന്നു, വൈഫിന് വണ്ടി കൈമാറുന്നു, അടുത്ത് വൈഫ് ഡ്രൈവ് ചെയ്യുന്നു, വൈഫിനും ഉറക്കം വരുന്നു, ഡിവൈഡറിൽ കൊണ്ടിടിക്കുന്നു. പിന്നെ അവിടെ നമ്മുടെ ഇവിടത്തെ പോലെയല്ല, 100, 110, 120, 130 ഒക്കെ ആയിരിക്കും വണ്ടി കുറഞ്ഞത് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഡിവൈഡറിലൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പറക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തീർന്നത്. സീറ്റ് ബെൽറ്റ് ഉള്ളത് കൊണ്ട് അവർ 2 പേരും സേഫായി. അതും ഏതോ നല്ല വണ്ടിയാണ്, അതും ഒരു റീസണാണ്. അല്ലാതെ ഇത്രയും സ്പീഡിൽ പോകുന്ന വണ്ടികൾ ഒരു ഇടിച്ചു കഴിഞ്ഞാൽ പടവും പോവും, ആ ഒരു അവസ്ഥയിൽ പോകും. ഇതെല്ലാം ഏതോ നല്ല വണ്ടിയാണ്. പിന്നെ ആ രാജ്യങ്ങളിൽ നല്ല വണ്ടികളൊക്കെയാണ് ഉള്ളത്, അല്ലാതെ പടം വണ്ടിയൊന്നുമില്ല. പടം വണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ പടം ആവുമായിരുന്നതിന് മുമ്പേ. അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഒരുപാട് ദുഃഖം ഞാനും ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളതുണ്ട്. വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കാണ്ട് ഓടിച്ചതിൻ്റെയൊക്കെ കൂടുതൽ കുറവുകൾ. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കുക, വേറെ ഒന്നും തിരിഞ്ഞും പിരിഞ്ഞ് നോക്കണ്ട. നമ്മൾ ഏത് ഉഗാണ്ടയിൽ പോകാൻ നിന്ന് കഴിഞ്ഞാലും ഉറക്കം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ട് മാത്രം വണ്ടി കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമ്മുടെ മെയിൻ വിഷയം ഇതല്ല. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഒരു തന്തയില്ലാത്തവനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ തന്തയില്ലാത്തവൻ തന്തയുടെ തന്തയുടെ തന്തയില്ലാത്തവൻ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവനെ പോലെയുള്ളവന്മാർ ഈ നാടിന് ക്ഷാമം.
ഈ കേരളത്തിനും ഈ ഇന്ത്യക്കും ഈ ലോകത്തിനും ഈ ഭൂമിക്കും ഭാരമായിട്ടുള്ള ഒരു നാറിയാണ് ഇവനെന്നേ ഞാൻ പറയത്തുള്ളൂ. സത്യം, നമ്മുടെ നാടിന് തന്നെ അപമാനമാണ് ഇതുപോലത്തെ തന്തയില്ലാത്തവന്മാർ. ഈ ജോസഫ് ബെന്നിയെ പോലുള്ളവന്മാരെ എവിടെ കിട്ടിയാൽ കഴിഞ്ഞാലും സ്പോട്ടിൽ പൂശിക്കോണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കുറഞ്ഞ ഒന്നും അമ്മമാർക്കില്ല. കാരണം ഇവനെയൊക്കെ പോലുള്ളവന്മാർ ഈ നാടിന് ഭാരം മാത്രമാണ്, ശാപവുമാണ്. സത്യം, ഇവനെയൊക്കെ പോലുള്ള മെന്റാലിറ്റി ഉള്ളവന്മാർ എന്തിനാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? ഈ 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്ത പടച്ചോൻ എന്തുകൊണ്ട് ഇതുപോലെ തന്തയില്ലാത്തവന്മാരുടെ ജീവൻ എടുക്കുന്നില്ല? ഇവന്മാരെ പകരം അങ്ങ് എടുത്താൽ മതിയായിരുന്നല്ലോ. ഇതുപോലുള്ളവന്മാർ ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കുന്നതിനേക്കാളും എനിക്കൊന്നും പറയാനില്ല. ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് ഒരു ചൊല്ലുണ്ട്. അതാണോ ഇവിടെ നടക്കുന്നത്? ഒന്നും അറിയാത്ത 5 പിഞ്ചു കുഞ്ഞുങ്ങൾ പോയി. പകരം ഇവനെയൊക്കെ അങ്ങ് എടുത്താൽ പോരായിരുന്നു, ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കുന്ന. കൂടുതലൊന്നും പറയാനില്ല. അവന്റെ കമന്റ് ഞാനൊന്ന് വായിക്കാം. പന്നി വെച്ചുണ്ടാക്കുന്ന പോലെ കുറെ എണ്ണം, ചത്തൊടങ്ങിയാൽ എന്താ, ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ജോസഫ് ബെന്നി എന്ന് പറയുന്ന തന്തയില്ലാത്തവനെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവന് തന്തയില്ലെന്ന് പറയുന്നത് അതിൽ കുറഞ്ഞെനിക്കൊന്നും പറയാനില്ല. പച്ച തെറിയാണ് വിളിക്കാനുള്ളത്. പിന്നെ നമുക്കങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല, സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ച് നിർത്തുന്നത്. ഇവനെ സൗദി പോലീസ് പൊക്കിയെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. റാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ട് നോക്കാം. അപ്പോഴേ സുഹൃത്തുക്കളെ, കുറെ ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചാണ് റാഫിക്ക് എന്താ ഇവന്റെ അപ്ഡേറ്റ്. അപ്പൊ സൗദിയിൽ റിയാദിൽ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ്. ഇവനെ ഇന്നലെ തന്നെ പോലീസ് പിടിച്ചെന്നാണ് അറിയുന്നത്. ഓക്കെ, അറിയുന്നതെന്നല്ല, സത്യസന്ധമായ കാര്യം തന്നെയാണ്. പോലീസ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിക്കാൻ വരുന്ന നാട്ടിൽ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോവുക, ഇല്ലേ? ഒരു മതവിഭാഗത്തിനെ കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോശപരമായ ഒരു കമന്റ് ഇടാനും പാടില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെയൊക്കെ ഇത്തരം കമന്റുകളൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4 പിഞ്ചു മക്കൾ മരിച്ചപ്പോൾ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു മുസൽമാൻ ഇവനെതിരെ എന്തെങ്കിലും പറഞ്ഞു? സൗദി അറേബ്യയിലല്ലേ നീ ജീവിക്കുന്നത്? നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ അമ്മ, അച്ഛൻ, നിന്റെ കുടുംബക്കാർ എല്ലാവരും തിന്നുന്നത് അറബ് നാട്ടിലെ പൈസ അല്ലേ? ഇനി ആരാ നിന്നെ വന്ന് രക്ഷിക്കുക? ഏതെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തകൻ വരുമോ? ഒരു മനുഷ്യനും വരൂല. മനസ്സിലായില്ലേ? ഞങ്ങൾ പ്രവാസികളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്നവരാണ്. മനസ്സിലായില്ലേ? അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നുണ്ട് കിടന്നുറങ്ങി കഴിയുന്നവരാണ്. അതിൽ ഒരു പ്രവാസിയും നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നീ ചെയ്തത് നിനക്ക് കിട്ടി, അത്രേ പറയാനുള്ളൂ. എന്താ പറയേണ്ടത്? സന്തോഷം പ്രകടിപ്പിക്കുന്നതെന്നല്ല, പക്ഷെ നിന്റെ ആ കമന്റ് കണ്ടിട്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും പറഞ്ഞതാണ് ഇവനെ എങ്ങനെയെങ്കിലും പിടിക്കണോ. അത് തന്നെയാണ് നടന്നത്. പിടിച്ചു. അതെ, ഇവിടെ ജാതി മതമൊന്നും നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഈ തന്തയില്ലാത്തവൻ ചെയ്ത കമന്റിന് ഇവനെ കുറഞ്ഞത് എൻകൗണ്ടർ എങ്കിലും ചെയ്യണം. അവിടുത്തെ നിയമം അനുസരിച്ച് ഇവനെ വെട്ടി എറിഞ്ഞാൽ അത്രയും നല്ലത്. അതേ ഞാൻ പറയത്തുള്ളൂ. ഇവനെ പോലീസ് പിടിച്ചു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന്. ഇനി ഇവനെ പറ്റിയിട്ട് മറ്റൊരു ചാനലില് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഞാൻ അതൊന്ന് കൊടുക്കും. പന്നിക്ക് കിട്ടിയത് അറിഞ്ഞോ? നമ്മൾ വിചാരിക്കും പോലെയല്ല, കാര്യങ്ങൾ വേറെ ലെവലിലേക്കാണ് പോയത്. പന്നി പെറ്റുണ്ടാക്കുന്നത് പോലെ കുറെ എണ്ണം, ചത്തൊടുങ്ങിയാൽ എന്താ, ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞവന്റെ നീച സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വെറും ഇത്തരമൊരു കമന്റ് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ട് ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും ഊരാകുടുക്കിലേക്ക് ജോസഫ് പന്നി എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? അതിദാരുണം. അബുദാബിയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മരണപ്പെട്ട 4 പിഞ്ചോമനകളുടെ ദാരുണ അന്ത്യത്തിന്റെ കഥ നമ്മൾ അറിഞ്ഞപ്പോൾ അത് കേട്ടവർക്കാകെ നൽകിയത് അതിരുകളില്ലാത്ത വിഷമം. ആ ഇടയിൽ മ്ലേച്ഛകരമായി ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മനസ്സിൽ യാതൊരു കനിവും അവശേഷിക്കാത്ത ഒരാളുടെ കമന്റ് കാണാനിടയായത് കേവലം 1-2 മനുഷ്യന്മാരെയല്ല ചുടുപ്പിച്ചത്. അവർ മാത്രമല്ല പ്രതിഷേധമർപ്പിച്ചതും. സമൂഹം ഒന്നടങ്കം എന്ന് പറയാം. അതിൽ ജാതിയും മതവുമില്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കൂടിച്ചേർന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇവന് തക്ക ശിക്ഷ നൽകണമെന്നും, ഇവന് മനഃസാക്ഷിയില്ലെന്നും, ഇവനൊരു പിശാചാണെന്നും, ഇവൻ മൃഗത്തിന് തുല്യമാണെന്നും. അങ്ങനെ റിയാദ് പോലീസ് ഇവനെ കൈയോടെ പൊക്കിയപ്പോൾ സംഭവിച്ചതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? കേവലം ഇത്തരമൊരു കമന്റ് ഇട്ടത് കൊണ്ട് മാത്രം ഇയാൾക്ക് കഠിന ശിക്ഷ നൽകാൻ കഴിയില്ല. അതുമൂലം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലായിരുന്ന ഈ ജോസഫ് പന്നിയെ ഊരാകുരുക്കിലേക്ക് നയിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്നാൽ അറിയണം ഈ കഥ. റിയാദ് പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് 9ഓളം ഫേക്ക് ഐഡികൾ. ഈ 9 ഐഡികളും ഇയാൾ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെ മോശവൽക്കരിക്കുവാനും വർഗീയത ഉണ്ടാക്കുവാനും വേണ്ടി. എങ്ങനെയെന്നാൽ ഖുർആൻ കത്തിക്കുന്ന ഫോട്ടോസ്, ഖുർആൻ കഷ്ണങ്ങളാക്കി ടോയ്ലറ്റിലിടുന്ന വീഡിയോ, മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് നിർത്തലാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന അഭിപ്രായങ്ങൾ എന്നിങ്ങനെ
വർഗീയത മാത്രം തുപ്പാൻ വേണ്ടി ഈ പന്നി ഉണ്ടാക്കിയത് 9 ഫേക്ക് അക്കൗണ്ടുകൾ. സംഭവം മറിഞ്ഞു റിയാദ് പോലീസ് ഇവനെ ഊരാക്കുരുക്കിലേക്ക് നയിച്ചു. ഇനി പന്നിയുടെ നാറിയ കഥ കേൾക്കണ്ടേ? ആ 4 പിഞ്ചോമനകളെ മാത്രമല്ല, സ്വന്തം ഭാര്യയെ പോലും എത്ര മോശവൽക്കരിച്ചാണ് ഇയാളുടെ ഫേസ്ബുക്കിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇയാളുടെ നീച സ്വഭാവം കാരണം ആ സ്ത്രീ ഇയാളെ ഉപേക്ഷിച്ചു. അതിന്റെ കലി ഇയാൾ തീർക്കുന്നതും താൻ തെറ്റുകാരനല്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിക്കാം. വിവാഹത്തിന് ശേഷം സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ ഓരോ രാത്രിയിലും ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ കാമുകന്മാരോട് വാട്സപ്പിലും സ്കൈപ്പിലും തുണിയുരിഞ്ഞ് നിറവയറോട് കൂടി കാമത്തെ ക്ഷമിപ്പിക്കുന്നവളെ മുൻ ഭാര്യയെ സരിതയെ വിവാഹത്തിന്റെ 3-ാം നാൾ ഏട്ടത്തി ഭർത്താവിന്റെ ബീജത്തെ ഉദരത്തിൽ വഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞവളെ ഉപേക്ഷിച്ചതിൽ ഒരു വിഷമവുമില്ല എനിക്ക്. ഞാൻ സന്തോഷവാനാണ്. ഞാൻ അവളുടെ കൈകളാൽ കൊല്ലപ്പെടാത്തതിന്. എങ്ങനെ ഇരിക്കണം? സ്വന്തം ഭാര്യയെ അപമാനിച്ച ജോസഫ് പന്നി ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. 2 വർഷം UK ജയിലിൽ കിടന്ന കഥ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരുപാട് നാറിയ കഥകളുള്ള ഒരു ചെറ്റയാണ് ഇതെന്ന് ആ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇവന്റെ കാര്യം കട്ടപ്പുകയാണ്. നിരന്തരം മുസ്ലിമിനെയും ഇസ്ലാം മതത്തെയും അവഹേളിച്ചതിന്റെ പ്രതിഫലം തന്നെ ഇത് നിനക്ക് ഏറ്റവും അർഹതപ്പെട്ടത് തന്നെ. ഈ കേട്ടത് സത്യമാണെങ്കിൽ ഈ തന്തയില്ലാത്തവന് ദുബായ് നിയമോ സൗദി നിയമോ ഒക്കെ വെച്ചിട്ട് ഇവനങ്ങ് തീർത്ത് കളയുക. അതിൽ കുറഞ്ഞ് ഇവനൊരു ശിക്ഷയില്ല. ഇങ്ങനെ വർഗീയത തുപ്പുന്നതും ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റിയിൽ ചിന്തിക്കുന്ന ഇവനെ പോലത്തെ തന്തയില്ലാ കഴിവേറുകളെ ഈ നാടിനെ വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ഭൂമിക്ക് ഭാരമാണ്. ആ പിഞ്ച് കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്ത പടച്ചോൻ ഇവന്റെ ജീവൻ എടുത്തില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനെ പോലുള്ള ദുഷ്ടന്മാരെ പനമൂല വളർത്താണ്ട് ദൈവം ഇവനെയൊക്കെ നേരങ്കാലം അങ്ങ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കൊണ്ടുപോയി അവിടെ ഇരുത്തണ്ട, കാലന്നെ വിട്ടു കൊടുക്കുക. അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ പാമ്പും പഴുതാരയുടെ ഇടയിൽ കിടക്കട്ടെ. ആ ഒരു ലോകമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടെങ്കിൽ അവിടെ പോയി കിടന്ന് അനുഭവിക്കട്ടെ ഇവനെ പോലെയുള്ള കഴിവേറുകൾ, ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള. എന്നാൽ ഇവൻ ജയിലിലായിട്ടില്ല എന്നും ഒക്കെ ഉള്ള രീതിയിൽ ഇവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അവിടെ ഇല്ല, പോസ്റ്റും ഇല്ല, ഒരു തേങ്ങയില്ല. പക്ഷെ ഇങ്ങനൊരു പോസ്റ്റ് വന്നിട്ടുണ്ടാകും, ഞാനൊന്ന് വായിക്കാം. എന്നെ പീഡിച്ചു കൂട്ടിലിട്ടു, നാട് കടത്തി, ജോലി പോയി എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണ് ഗൈസ്. ഞാൻ റിയാദൊക്കെ വിട്ടിട്ട് വർഷങ്ങളായി. ഞാനിപ്പോൾ ഉള്ളത് ഒരു യൂറോപ്യൻ രാജ്യത്താണ്. ഇത് നിങ്ങളുടെ അറബ് രാജ്യമല്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ജോസഫ് ബെന്നി എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവനെ പോലുള്ളവന്മാര് നാടിന് ശാപമാണ്. ഈ ഒരു കുടുംബത്തിനുണ്ടായിട്ടുള്ള ഒരു അവസ്ഥ കണ്ടിട്ടും സന്തോഷിക്കുന്ന ഇവനെ പോലുള്ളവന്മാരെ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. നിങ്ങൾ ഇവനൊക്കെ എന്ത് ശിക്ഷ കുറഞ്ഞത് കൊടുക്കും? നിങ്ങളുടെ കയ്യിൽ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കമന്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.